ഹലോ ഫ്രണ്ട്സ്, അപ്പൊ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ഒരു RC കാർ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കോമ്പോണൻസ് ആവശ്യമുണ്ട്. ആർഡിനോ ബോർഡ്, ഒരു മോട്ടോർ ഡ്രൈവർ ആൻഡ് റേഡിയോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് NRF24L01 എന്ന് പറഞ്ഞ ഒരു മൊഡ്യൂളും കൂടിയുണ്ട്. പിന്നെ കുറച്ച് ബാറ്ററി, ജമ്പർ വയർ ആൻഡ് ബാറ്ററി ഹോൾഡർ നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഒരു PVC ഷീറ്റിൽ 4 മോട്ടോറുകൾ വയർ ചെയ്ത് കണക്ട് ചെയ്തതാണ് ഈ കാണുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2 മോട്ടോർ വീതമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ 2 മോട്ടോർ ഒരേ ദിശയിലാണ് കറങ്ങുന്നതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം 2 വയറും തമ്മിൽ ജോയിൻ ചെയ്യിക്കാൻ. അതുപോലെ തന്നെ മറ്റേ സൈഡിലും ഒരേപോലെ തന്നെയാണ് കറങ്ങുന്നതെന്ന് വേണം ഉറപ്പ് വരുത്താൻ. അതിനുശേഷം നമുക്ക് മോട്ടോർ ഡ്രൈവർ കണക്ട് ചെയ്യാം. മോട്ടോർ ഡ്രൈവറിൻ്റെ ഇരുവശത്തായി കാണുന്ന ഈ നീല സ്ക്രൂ ചെയ്യുന്ന ഈ ഭാഗത്താണ് നമ്മൾ വയർ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ മറുവശത്തും സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യുന്നത്. രണ്ടും ചെയ്യുന്ന സമയത്ത് ഷോർട്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉപയോഗിച്ചാണ് നമ്മളിവിടെ എല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. അടുത്തതായി 12 വോൾട്ടിൻ്റെ ബാറ്ററി ഹോൾഡറും കൂടി നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. ഇവിടെ മോട്ടോർ ഡ്രൈവർ കാണുന്ന ആദ്യത്തെ ഈ 3 സ്ക്രൂ ചെയ്യുന്ന ഭാഗത്തെ ആദ്യത്തെ 2 ഇൻപുട്ടും അവസാനത്തേത് ഔട്ട്പുട്ടുമാണ്. അതായത് ആദ്യത്തെ പിന്നെ പോസിറ്റീവ് നമ്മൾ ബാറ്ററിയിൽ നിന്ന് കൊടുക്കുന്നത്, രണ്ടാമത്തേത് ഗ്രൗണ്ട്, മൂന്നാമത്തേത് 5 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റും. ആർഡിനോ ഒക്കെ പവർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ പിൻ ഉപയോഗിക്കാം. ഇവിടെ ഈ നടുക്കുള്ള പിൻ തന്നെയാണ് കേട്ടോ നമ്മൾ ആർഡിനോൻ്റെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നത്. ആർഡിനോ കണക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ജമ്പർ വയറാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. കണക്ട് ചെയ്തൊക്കെ നല്ല രീതിക്ക് തന്നെ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കാൻ വേണം. കണക്ട് ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത് കുറേ വയറുകൾ അധികമായിട്ടുണ്ടെന്ന്. അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി റെഡിയാക്കി വെക്കുകയാണ്. അതിനുശേഷം ആർഡിനോ ബോർഡിനെ നമുക്കിവിടെ വയ്ക്കാം. അപ്പോഴാണ് മോട്ടോർ ഡ്രൈവർ ഉള്ളത് കാരണം ആർഡിനോയ്ക്ക് സ്ഥലമല്ല. അപ്പോൾ മോട്ടോർ ഡ്രൈവിനെ ഒന്ന് ചെറുതാക്കി ഒന്ന് അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ആർഡിനോ ഇളകി വരാതിരിക്കാൻ വീണ്ടും നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ആർഡിനോ ബോർഡ് ഒരു മൊബൈലിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ കണക്ട് ചെയ്ത് ആർഡിനോ ബോർഡ് റൺ ചെയ്യിക്കാനുള്ള പ്രോഗ്രാമിംഗ് കോഡ് അതിലേക്ക് അപ്ലോഡ് ചെയ്യാണ് കേട്ടോ. അടുത്തതായി 4 ജമ്പർ വയർ എടുത്ത് ആർഡിനോയുടെ 4, 5, 6, 7 പിന്നിൽ കണക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കണക്ഷൻ തന്നെ മോട്ടോർ ഡ്രൈവറുടെ ഇൻപുട്ട് 1, 2, 3, 4 എന്നീ പിന്നിലേക്ക് നമ്മൾ കണക്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ റേഡിയോ ട്രാൻസ്മിറ്റിംഗ് മൊഡ്യൂളായ NRF24L01 എന്ന മൊഡ്യൂളിൽ കണക്ഷൻ ചെയ്യുന്നത് നോക്കാം. ഇവിടെ വരുന്നത് നെഗറ്റീവ്, പോസിറ്റീവ് 3.3 വോൾട്ടിൽ കൂടരുത്. അപ്പം ബോർഡിന് ഡാമേജ് വരാനും വർക്ക് ചെയ്യാതിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ CE, CSN, MISO, MOSI, SCK എന്നീ പിന്നുകളാണ് പിന്നെ ഇതിൽ വരുന്നത്. ഇവിടെ CE എന്നത് ആർഡിനോയുടെ 9ലേക്കും CSN 10ലേക്ക്, SCK 13, MISO 12, MOSI 11 എന്നീ പിന്നിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ആർഡിനോ പവർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മോട്ടോർ ഡ്രൈവറിൽ നിന്നുള്ള 5 വോൾട്ട് ഔട്ട്പുട്ട് പിന്നെ ആർഡിനോയുടെ വോൾട്ട് ഇന്നിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം 3.7 വോൾട്ട് 18650 എന്ന ലിഥിയം ബാറ്ററിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളിവിടെ കാർ ഉണ്ടാക്കിയെടുത്തു. ഇനി ഇത് നമുക്ക് വർക്ക് ചെയ്യിക്കണം. അതിന് വേണ്ടി ഒരു ട്രാൻസ്മിറ്റർ ആവശ്യമുണ്ട്. ഈ NRF24L ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കിയൊരു കസ്റ്റം മെയ്ഡ് ട്രാൻസ്മിറ്ററാണിത്. നമുക്കിത് പവറപ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്യിച്ച് നോക്കാം. എങ്ങനെയുണ്ട് ഇതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം.
അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത കാറെല്ലാം അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.